സുഹൃത്തുക്കളെ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വരാനായിട്ട് പ്രധാന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂർ ജില്ലയിലെ കുന്നംകുളം എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഈ സംഭവം നടന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അവിടെ ഒരു വിഷയം നടക്കുമ്പോൾ അത് എന്തുകൊണ്ട് നടന്നു എന്ന് ചോദിക്കാനായിട്ട് പോയ കോൺഗ്രസ് നേതാവും അതേപോലെ തന്നെ അമ്പലത്തിലെ ഒരു ശാന്തിയുമായിട്ടുള്ള ഒരു യുവാവിനെ അതിക്രൂരവും മൃഗീയവുമായിട്ട് സ്റ്റേഷനിലേക്ക് വിളിച്ചു കൊണ്ടുപോയി മർദ്ദിക്കുന്ന പോലീസുകാരെയാണ് നമ്മൾ കാണുന്നത്. ഇത് ഞാൻ പോലീസുകാരെന്ന് പറയുമ്പോൾ നല്ല ഒരു ശതമാനം പോലീസുകാർ നമ്മുടെ സമൂഹത്തിലുണ്ട്. അതേപോലെ തന്നെ ചെറ്റത്തരങ്ങളും തന്തയ്ക്ക് പ്രക്കാഴിയും കാണിക്കുന്ന ഒരു കൂട്ടം ആളുകളുമുണ്ട്. 100% നോക്കുകയാണെങ്കിൽ 95% നല്ല പോലീസുകാരും ബാക്കി 5% അല്ലെങ്കിൽ 90% നല്ല പോലീസും ബാക്കി 10% തന്തയ്ക്ക് പ്രക്കാഴി കാണിക്കുന്നവന്മാരാണ്. അങ്ങനെയുള്ള 10% പറ്റിയാണ് ഞാനിവിടെ പറയാൻ പോകുന്നത്. അതായത് ഒരു പ്രതി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പയ്യനെ പിടിച്ചുകൊണ്ട് പോവുകയും അവനെ അതിദാരുണവും മൃഗീയവും ക്രൂരവും പൈശാചികവുമായിട്ടുള്ള രീതിയിൽ ലോക്കപ്പിൽ ഇട്ടുകൊണ്ട് അടിച്ച് മർദ്ദിക്കുകയും ചെയ്യുന്ന തന്തയില്ലായ്മയല്ലേ ഇവന്മാരോടെ കാണിച്ചത്. ആ ഒരു യുവാവ് ക്ഷേത്രത്തിലെ ഒരു ശാന്തിയോ അല്ലെ മേൽശാന്തി എന്തൊക്കെയാണ് ആ പയ്യനെ വിളിച്ചുകൊണ്ട് പോയിട്ട് അവൻ്റെ മുതുകിലിട്ട് ഇടിക്കുകയും അവനെ തറയിലിട്ട് ചവിട്ടുകയും അവനെ മൃഗീയമായിട്ടുള്ള രീതിയിൽ അടിക്കുകയാണ് ഈ പോലീസുകാർ ചെയ്തത്. അവനൊരു യൂത്ത് കോൺഗ്രസിൻ്റെ ഒരു നേതാവ് കൂടിയാണ്. അത് മനസ്സിലായത് കൊണ്ട് തന്നെ ആയിരിക്കും ഇവന്മാർ ഈ പിറപ്പുകേട് കാണിക്കാനായിട്ട് മുന്നിലേക്ക് നിന്നത്. കാക്കി ഇട്ട് കഴിഞ്ഞാൽ ആരാൻ്റെ അമ്മയെ പോലും പോയി ചവിട്ടാമെന്നുള്ളൊരു തീരുമാനമുണ്ടല്ലോ, അല്ലെങ്കിൽ കാക്കി ഇട്ട് കഴിഞ്ഞാൽ എന്ത് തോന്നിവാസവും നാട്ടിലിറങ്ങി നടത്താമെന്നുള്ളൊരു തീരുമാനമുണ്ടല്ലോ. ഈ തീരുമാനത്തിനെയാണ് ഇവിടെ ചോദ്യം ചെയ്യേണ്ടത്. ആരെയെങ്കിലുമൊക്കെ അടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ലൈസൻസ് ആണോ ഈ കാക്കി എന്ന് പറയുന്ന സാധനം? കേരള പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നീയൊക്കെ കാക്കി ഇടുന്നുണ്ടെങ്കിൽ അത് ജനങ്ങളുടെ ക്ഷേമത്തിനും നന്മയ്ക്കും വേണ്ടിയിട്ടായിരിക്കണം. അവർക്ക് വേണ്ടിയിട്ട് ഊണും ഉറക്കവും ഇല്ലാതെ നീയൊക്കെ കാവൽ നിൽക്കുന്നവന്മാരായിരിക്കണം. അതിനു വേണ്ടിയിട്ടുള്ളവന്മാർ തന്നെയാണ് പോലീസിൽ പോയിരിക്കുന്നത്. അല്ലാതെ ഒരു സ്ഥിര വരുമാനത്തിന് വേണ്ടിയിട്ട് കയറുന്നത് ആവരുത് പോലീസ് എന്ന് പറയുന്നൊരു പണി. ആർമിക്കാരെ നമുക്കറിയാം, അവർ രാജ്യത്തിന് വേണ്ടിയിട്ട് ഊണും ഉറക്കവും ഇല്ലാതെ വെയിലും മഴയും മഞ്ഞും എല്ലാം കൊണ്ടുകൊണ്ട് പൊടിയും എല്ലാം കൊണ്ടുകൊണ്ട് അവർ രാജ്യത്തിന് വേണ്ടിയിട്ട് ഓരോ ബോർഡറിലും കിടക്കുകയാണ്. അവർ രാജ്യത്തിന് വേണ്ടി സേവനം അനുഷ്ഠിക്കുന്ന ഒരു സൈഡിൽ അവർക്ക് പണം വേണം, അതോടൊപ്പം തന്നെ രാജ്യത്തിനെ സേവിക്കണം, സ്നേഹിക്കണം, അതോടൊപ്പം തന്നെ നമ്മുടെ സമൂഹത്തിലുള്ള ജനങ്ങളുടെ ക്ഷേമത്തിന് വേണ്ടിയിട്ടാണ്. എന്നാൽ ഇവിടുത്തെ പോലീസുകാരെന്താ ചെയ്യുന്നത്? അവർക്ക് സ്വന്തം കീശ വെളുപ്പിക്കാൻ വേണ്ടിയിട്ടും സ്വന്തം കീശ വീർപ്പിക്കാൻ വേണ്ടിയിട്ടും മറ്റുള്ളവരെ പിഴിഞ്ഞ് പണം ഉണ്ടാക്കാൻ ശ്രമിക്കുന്ന നരാധകന്മാരാണ് ഇവന്മാര്. നമ്മുടെ നാട്ടിലെ ക്രമസമാധാനം നേരെയാക്കേണ്ട ആളുകളാണ് ഈ പിറപ്പുകേട് കാണിക്കുന്നതെന്ന് പറയുമ്പോഴേ വല്ലാത്ത വിഷമകരമായിട്ടുള്ള ഒരു അവസ്ഥ തന്നെയാണ്. ഇവന്മാരെയൊക്കെ കാക്കിക്കുള്ളിലെ ക്രിമിനൽസ് എന്ന് നമുക്ക് പറയാൻ പറ്റും. അങ്ങനെയുള്ളവന്മാരാണ് ഈ പറയുന്ന ഒരു യുവാവിന് നേരെ അക്രമം അഴിച്ചു വിട്ടിരിക്കുന്നത്. ഈ കേരളത്തിലെ ജനങ്ങളെന്ന് പറഞ്ഞാൽ ഓരോ അമ്മമാരും നൊന്ത് പ്രസവിക്കുന്ന മക്കളെന്ന് പറയുന്നത് നിന്റെയൊക്കെ കാലിനടിയിൽ കിടന്ന് നിന്റെയൊക്കെ ആ ബൂട്ടിട്ട് ചവിട്ട് കൊള്ളാൻ വേണ്ടി ജനിച്ചവന്മാരാണ് നീ എന്ന് വിചാരിക്കരുത്. നീയൊക്കെ ഒരു നാൾ കാക്കിക്കുള്ളിൽ നിന്ന് പുറത്തിറങ്ങും. അന്ന് നീയൊക്കെ അറിയും ആരെയാണ് നീ മർദ്ദിച്ചതെന്നും എന്തിന്റെ പേരിലാണ് നീ മർദ്ദിച്ചതെന്നും എന്നുള്ളത്. ആ ഒരു യുവാവ് പല കാര്യങ്ങളും പറയുമ്പോൾ ഈ കോൺസ്റ്റബിൾമാരുണ്ട്, യുവമാർക്കാണ് ഏറ്റവും വലിയ കടി. പോലീസുകാരെന്തെങ്കിലും അല്ലെങ്കിൽ ഈ SI കൂടെ ഉണ്ടെങ്കിലും SI ഒന്നും മിണ്ടാതെ ഒരു സൈഡിൽ മിണ്ടാതിരിക്കും. എന്നാൽ ഈ കോൺസ്റ്റബിളോ മുറുമുറുക്കുന്ന നായയെ പോലെ ഇവരങ്ങ് തുടങ്ങുവങ്ങ്. ഞാൻ ഈ പറയുന്നത് നല്ല പോലീസുകാരെ പറ്റിയല്ല കേട്ടോ, ഈ പറയുന്ന കൊള്ളരുതായ്മയ്ക്ക് കൂട്ടുനിന്നവന്മാരെ പറ്റിയാണ്, അല്ലെങ്കിൽ ഇവന്മാരെ പോലെയുള്ള മറ്റുള്ളവന്മാരെ പറ്റിയാണ്. ഇങ്ങനെയുള്ളവന്മാരെ കണ്ടുപിടിച്ച് ഇവന്മാർക്ക് ശിക്ഷ കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിലേ ആഭ്യന്തരം വൻ പരാജയമാണ്. ഈ കപ്പൽ ആടി ഉലയിക്കല സാറെന്ന് വീണ ജോർജ് പറഞ്ഞപ്പോഴും അതേപോലെ ഊരിപ്പിടിച്ച വാളിനടിയിൽ കൂടി ഞാൻ നടന്നുപോയെന്ന് ശ്രീ പിണറായി വിജയൻ സഖാവ് പറഞ്ഞപ്പോഴും നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകൾ കാണിക്കുന്ന ഈ കൊള്ളരുതായ്മയ്ക്കെതിരെ സംസാരിക്കാൻ നിങ്ങൾ വേണ്ടി സാധിക്കുന്നില്ലേ? ഊരിപ്പിടിച്ച വാളിനടിയിൽ കൂടിയും കപ്പിത്താനായിട്ട് നിൽക്കുമ്പോഴും ഒക്കെ ഉള്ള ഒരു ധൈര്യത്തിന്റെ വെറും 1% പോലും നിങ്ങൾ കാണിച്ചില്ലെങ്കിലും, അല്ലെങ്കിൽ ആ 1% ഏറ്റവും താഴെയുള്ള 1% നിങ്ങൾ കാണിച്ചാലും മതി, 0% കാണിച്ചാലും മതി, ഇവന്മാരെ നിലനിർത്താൻ സാധിക്കും. അതുപോലും നോക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ പിന്നെ നിങ്ങൾ എന്തൊരു ക്യാപ്റ്റനാണ്, അല്ലെങ്കിൽ നിങ്ങൾ എന്തൊരു നേതാവാണ്? ഞാനിത് പിണറായി സഖാവിനെ മാത്രം പറയുന്നതല്ല, എല്ലാവരെയും കൂടിയാണ് ഞാൻ പറയുന്നത്. അത് ആഭ്യന്തരമായിക്കോട്ടെ, അതേപോലെ തന്നെ പ്രതിപക്ഷമായിക്കോട്ടെ, ആരുമായിക്കോട്ടെ, ഇങ്ങനത്തെ കൊള്ളരുതായ്മകൾ കാണിക്കുന്നവർ നിങ്ങളുടെ കൂട്ടത്തിലുണ്ടെങ്കിൽ അവന്മാരെ ഐഡന്റിഫൈ ചെയ്ത് തക്കതായിട്ടുള്ള ശിക്ഷ കൊടുക്കാൻ സാധിക്കണം. വെറും ഒരു സസ്പെൻഷൻ ആയിരിക്കരുത് നിങ്ങൾ കൊടുക്കേണ്ടത്. ഒരു സസ്പെൻഷൻ കൊടുത്താൽ എന്താ നടക്കുക? ഇവന്മാർ ഈ സസ്പെൻഷൻ മേടിച്ച് വെറും 10 ദിവസത്തെ സസ്പെൻഷൻ ആയിരിക്കും. ഇതിനുശേഷം വീണ്ടും ഇറങ്ങിയിട്ട് ഈ കൊള്ളരുതായ്മ തന്നെ ഇവന്മാർ കാണിക്കും. കാക്കിയിടാൻ അനുവദിക്കരുത്. കാരണം ജോലിക്ക് വേണ്ടിയിട്ട് തെണ്ടി നടക്കുന്ന എത്രയോ ആളുകളുണ്ടെന്നറിയോ? PSC പരീക്ഷ എഴുതി നിയമനം കിട്ടിയിട്ട് ജോലിയിൽ പ്രവേശിക്കാൻ പറ്റാതെ നടക്കുന്ന എത്ര പേരുണ്ടെന്നറിയോ? ഈ പിൻവാതിൽ നിയമനം കളഞ്ഞിട്ട് ഇങ്ങനെയുള്ളവർക്ക് ജോലി കൊടുക്കാൻ സാധിക്കണം. അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഇങ്ങനൊരു സർക്കാർ, അല്ലെങ്കിൽ എന്തിനാണ് ഇങ്ങനൊരു മുഖ്യമന്ത്രി എന്നൊക്കെ നമ്മൾ ജനങ്ങൾ ചിന്തിച്ചു പോകും. ആ ചിന്തിക്കുന്നതിൽ യാതൊരു തെറ്റുമില്ല. അത് തന്നെയാണ് സംഭവം. അതായത് ജനങ്ങൾക്ക് ഒരു സംരക്ഷണവും കൊടുക്കാത്ത ഒരു സർക്കാർ, സ്ത്രീകൾക്കെല്ലാം സംരക്ഷണവും കൊടുക്കുന്ന ഒരു സർക്കാരാണെന്ന് സ്വയമേ വീമ്പിളക്കി നടക്കുമ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കുക. സ്ത്രീകൾക്ക് മാത്രമല്ല സംരക്ഷണം വേണ്ടത്. ഒരു കൊച്ചു കുഞ്ഞു തുടങ്ങി പുരുഷന്മാരോ ആരുമായിക്കോട്ടെ എല്ലാവർക്കും തുല്യമായുള്ള സംരക്ഷണം നൽകാൻ സാധിക്കണം. ഇവിടെ എന്ത് സംരക്ഷണമാണ് നൽകുന്നത്? സംരക്ഷണം ഉറപ്പുവരുത്തേണ്ട അതേ ആളുകൾ ഈ പറയുന്ന ജനങ്ങളെ പിടിച്ച് ഇടിച്ച് പിഴിഞ്ഞ് അതിൽ നിന്ന് എന്തെങ്കിലുമൊക്കെ നേടാൻ ശ്രമിക്കുകയാണ്. എന്താണ് ഇവന്മാർക്ക് ഇതിൽ കിട്ടിയൊരു ലാഭം? പ്രതികളെ കിട്ടിക്കഴിഞ്ഞാൽ ഇവന്മാർ ഇതുപോലെ
ചെയ്യും? ഇല്ല. തോളത്ത് കൈയിട്ടുകൊണ്ട് വാ മോനെ എന്ന് പറഞ്ഞിട്ട് നടന്നു പോകും. ചെന്താമരയുടെ വിഷയത്തിലും അതേപോലെ തന്നെ ഷഹബാസിനെ കൊന്ന കുറ്റവാളികളുടെ വിഷയത്തിലും ഇങ്ങനെയുള്ള പല വിഷയങ്ങളും നമ്മൾ ഈ ഒരു പ്രവണത കണ്ടതാണ്. അതായത് കൊല്ലുന്നവന്മാരെ എല്ലാം ചേർത്ത് പിടിച്ചുകൊണ്ട് നടക്കും. അതേപോലെ തന്നെ എന്തെങ്കിലും ഒരു പെറ്റി കേസിൽ കിട്ടുന്നവന്മാരെ പിടിച്ചങ്ങ് തൂക്കി അകത്തിട്ടുകൊണ്ട് അവനെ വലിയൊരു കുറ്റവാളിയാണെന്ന് ചിത്രീകരിക്കുന്ന രീതിയിലുള്ള പരിപാടിയാണ് ഈ പോലീസുകാർ ചെയ്യുന്നത്. ഇതിന് മാത്രം അധപ്പതിച്ച് പോയോ കേരളത്തിലെ പോലീസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പോലീസിന്റെ ഒരു രീതി എന്നൊക്കെ പറയുന്നത്? എന്തൊരു കഷ്ടമാണല്ലേ. എന്താണ് അവിടെ സംഭവിച്ചതെന്നുള്ളത് ആ ഒരു അക്രമത്തിന് ഇരയായ ഒരു യുവാവ് ആ യൂത്ത് കോൺഗ്രസിന്റെ ഒരു പ്രതിനിധി പറയുന്നുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് കണ്ടിട്ട് ബാക്കി വീഡിയോയിലേക്ക് വരാം. ഞാനൊരു അമ്പലത്തിലെ ശാന്തിയാണ്, മേൽശാന്തിയാണ്. അപ്പോൾ അമ്പലത്തിലെ പരിപാടി കഴിഞ്ഞ് ഞാനൊരു അന്ന് പ്രതിഷ്ഠാദിനായിരുന്നു. ലേറ്റ് ആയിട്ടാണ് ഞാൻ വരാൻ. അപ്പോൾ നമ്മുടെ നാട്ടിലൊരു ഉത്സവം കൂടിയിട്ട് കഴിഞ്ഞ സമയമാണ്. അപ്പോൾ ഉത്സവത്തിൻ്റെ ഫോട്ടോസും വീഡിയോസൊക്കെ മറ്റും കാണാനൊക്കെ ആയിട്ട് ഞങ്ങളുടെ ക്ലബിൻ്റെ പരിസരത്ത് കൂട്ടുകാരൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവർ കാണുന്ന സമയത്ത് അതുവഴി പാസ് ചെയ്യുന്ന ഈ SI നുഹ്മാൻ, അതുപോലെ ഷുഹൈർ ഡ്രൈവർ, അവർ എന്താ പഠിക്കുന്നു ചോദിച്ചിട്ട് ഒരു പിള്ളേരുടെ അടുത്ത് കാര്യത്തിൽ സംസാരിക്കും, തേർ വിളിച്ച് സംസാരിക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടായി. അപ്പോൾ അവർ പേടിച്ചിട്ട് എന്നെ വിളിച്ചു. ഞാൻ ഒരു പൊതുപ്രവർത്തകനാണെന്ന് അവർക്കറിയാം. അപ്പോൾ നാട്ടിൽ ഇടപെടുന്ന കാര്യങ്ങളൊക്കെ ഇടപെടുന്നതാണ്. എന്നെ വിളിച്ചു. എൻ്റെ വീട് തൊട്ടപ്പുറത്ത് തന്നെയാണ്, ക്ലബിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെയാണ്. അപ്പോൾ ഞാൻ വന്നിട്ട് ഞാൻ SIയോട് ചോദിച്ചു, എന്താ സാറേ എന്താ വിഷയം എന്ന് ചോദിച്ചു. അപ്പോൾ നീ ആരാത് ചോദിക്കാമെന്ന് ചോദിച്ചു എൻ്റെ അടുത്ത്. ഞാൻ ഇവിടുത്തെ യൂത്ത് കോൺഗ്രസിൻ്റെ മണ്ഡലം പ്രസിഡന്റാണ്, ഒരു പൊതുപ്രവർത്തകനാണ്, അതുപോലെ ക്ലബിൻ്റെ പ്രസിഡന്റാണ്. എനിക്ക് ചോദിക്കാനുള്ള അധികാരം എനിക്കുണ്ട്. അപ്പോൾ നീ വലിയ നേതാവ് കളിക്കണ്ട, നിന്റെ രാഷ്ട്രീയമൊക്കെ നീ കയ്യിൽ വെച്ചാൽ മതി, ഈ നോട്ടിൻ്റെ കോളർ കയറി പിടിച്ചു. കണ്ടില്ലേ ആ സ്റ്റേഷനിലിട്ട് ആ യുവാവിനെ മർദ്ദിക്കുന്ന ഒരു വീഡിയോ വന്നിട്ടുണ്ട്. ഷാഫി പറമ്പിൽ ഷെയർ ചെയ്തിരിക്കുന്ന ഒരു വീഡിയോ ആണ്. അതിൽ ഷാഫി പറമ്പിൽ എടുത്തു പറഞ്ഞിരിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കാക്കിയിട്ട് ശമ്പളം വാങ്ങേണ്ടവരല്ല, പിരിച്ചുവിട്ട് അഴിയെണ്ണേണ്ടവരാണ്. ആഭ്യന്തര വകുപ്പിന് ഒരു തലവനുണ്ടെങ്കിൽ ആഭ്യന്തരമന്ത്രി കൂടിയായ മുഖ്യമന്ത്രി ഈ നിമിഷം ഈ ക്രൂരന്മാരെ പിരിച്ചുവിടണം. അവർക്കെതിരെയുള്ള നടപടികൾ മുൻകാല പ്രാബല്യത്തോടെ സ്വീകരിക്കാൻ സർക്കാർ തയ്യാറാവണം. ഒരു കോൺഗ്രസ് പ്രവർത്തകനോട് കാരണമില്ലാതെ കാണിച്ച് ഈ ക്രൂരതയും സംരക്ഷിക്കാൻ കൊടിസുനിമാർക്ക് പോലും സംരക്ഷണം ഒരുക്കുന്ന നയവുമാണ് സർക്കാർ സ്വീകരിക്കുന്നതെങ്കിൽ ചെയ്തവരോട് പറയുന്നു, എല്ലാ കാലത്തേക്കും പിണറായി വിജയൻ ആയിരിക്കില്ല കേരളത്തിന്റെ മുഖ്യമന്ത്രി. തുടർന്നുള്ള പോരാട്ടത്തിൽ സുജിത്തിനൊപ്പം പാർട്ടിയും കേരളത്തിലെ ജനാധിപത്യ വിശ്വാസികളും അടിയുറച്ച് നിൽക്കുമെന്ന് KPC പ്രസിഡന്റ് അഡ്വക്കേറ്റ് സണ്ണി ജോസഫ് MLA അറിയിച്ചിട്ടുണ്ട്. കാക്കിയണിഞ്ഞ ക്രൂരതയുടെ വക്താക്കളെ ഇനി ₹1 പോലും സർക്കാർ ശമ്പളം വാങ്ങാൻ അനുവദിക്കരുത്. അതായത് ഈ കാക്കി അണിഞ്ഞ ക്രൂരതയുടെ വക്താക്കളെന്നാണ് ഇവന്മാരെ ഈ പറയുന്ന ഷാഫി പറമ്പിൽ എന്ന് പറയുന്ന വ്യക്തി വിളിച്ചിരിക്കുന്നത്. സത്യം അത് തന്നെയാണ്. നിങ്ങൾ ഈ വീഡിയോ കാണുമ്പോൾ നിങ്ങൾക്ക് അറിയാം, അദ്ദേഹത്തിൻ്റെ മാലയും അദ്ദേഹത്തിൻ്റെ കയ്യിലുള്ള എല്ലാം വാങ്ങി മാറ്റി വെച്ചതിന് ശേഷം ഇവന്മാർ മർദ്ദിക്കുന്നതാണ് നമ്മൾ ഈ വീഡിയോ കാണുന്നത്. ഞാൻ ഈ കാര്യങ്ങൾ ഈ വായിക്കുമ്പോഴും ഈ വീഡിയോ നിങ്ങൾക്ക് സൈഡിൽ കാണാൻ പറ്റും. അത്രയ്ക്ക് തന്തയ്ക്ക് പിറക്കാരിയാണ് ഇവന്മാർ കാണിച്ചിരിക്കുന്നത്. ആ ഒരു യുവാവിനെ എടുത്തിട്ട് മർദ്ദിക്കാനും മാത്രം എന്തായിരുന്നു അവിടെ കാരണം, അല്ലെങ്കിൽ എന്തായിരുന്നു കാര്യം? നമുക്കറിയാം, കേരളത്തിലുള്ള ഓരോ പോലീസ് സ്റ്റേഷനും ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അവിടുത്തെ ഓരോ CCTVകളും പരിശോധിച്ച് കഴിഞ്ഞാൽ അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്ന ഒരു കാര്യമുണ്ട്. അതായത് ഈ പറയുന്ന മർദ്ദിക്കുന്നതോ അല്ലെങ്കിൽ അവരെ ഈ പറയുന്ന മോശമായുള്ള രീതിയിൽ കാണിക്കുന്നതിനുള്ള ഒരുപാട് കാര്യങ്ങൾ കാണാൻ സാധിക്കും. എത്രയെത്ര കൊള്ളരു നിയമങ്ങൾ പുറത്തു വരാൻ കിടക്കുന്നുണ്ടെന്നറിയോ? എത്രയെത്ര തന്തയ്ക്ക് പ്രക്കാരികൾ പുറത്തു വരാൻ കിടക്കുന്നുണ്ടെന്നറിയോ? എത്രയെത്ര കാര്യങ്ങൾ നമ്മൾ ആരും അറിയാതെ കിടക്കുന്നുണ്ടെന്നറിയാം. ഇതൊന്നും നടക്കുന്നില്ലെന്ന് ആരും വിചാരിക്കരുത്. ഇതൊരൊറ്റപ്പെട്ട സംഭവമാണെന്ന് പറഞ്ഞുകൊണ്ട് തള്ളിക്കളയാനും സർക്കാരെ നിങ്ങൾക്ക് സാധിക്കില്ല. കാരണം ഇതൊരൊറ്റപ്പെട്ട സംഭവമല്ല, ഇത് പലയിടങ്ങളിലും പല രീതികളിലും നടക്കുന്ന സംഭവമാണ്. ഞാൻ തന്നെ നമ്മുടെ അടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പരാതിയുമായിട്ട് പോയ സമയത്ത് അവിടുത്തെ പോലീസുകാർ മറ്റുള്ള പാർട്ടിയിലുള്ളവരോട് പിടിപാടുള്ളവരായതുകൊണ്ട്, അല്ലെ പാർട്ടിക്കാർക്ക് അത്ര പിടിപാടുള്ളതുകൊണ്ട് അവന്മാരോട്ട് സംസാരിച്ചതിന് ശേഷം അത് ഒത്തുതീർപ്പിലേക്ക് കൊണ്ടുവരുന്ന ഒരു പരിപാടിയാണ് അവന്മാർ ചെയ്തത്. എന്ത് തരത്തിലുള്ള ഒത്തുതീർപ്പാണെങ്കിലും, എന്ത് തരത്തിലുള്ള സ്വാധീനമാണെങ്കിലും, എന്ത് തരത്തിലുള്ള പാർട്ടിക്കാരാണെങ്കിലും തന്തയ്ക്ക് പ്രക്കാരിയെ കാണിക്കുകയാണെങ്കിൽ അതിനെതിരെ സംസാരിക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ, നിനക്കൊന്നും ആണത്തമില്ല എന്നുണ്ടെങ്കിൽ നിനക്കൊന്നും ചേരുന്നതല്ല ഈ പറയുന്ന കാക്കി എന്ന് പറയുന്നത്. ജനങ്ങളുടെ ക്ഷേമവും ജനങ്ങളുടെ സ്വൈര്യ ജീവിതവും ഉറപ്പുവരുത്തേണ്ട നീയൊക്കെ കാക്കി ഇട്ടുകൊണ്ട് കാണിക്കുന്ന ഈ തോന്നിവാസമുണ്ടല്ലോ, അത് ഒരു നാൾ മാറും, അല്ലെങ്കിൽ ഒരു നാൾ ചോദ്യം ചെയ്യപ്പെടുക തന്നെ ചെയ്യും. നല്ലൊരു ശതമാനം പോലീസുകാരുള്ളൊരു സമൂഹത്തിൽ അങ്ങനെയുള്ള പോലീസുകാരെ ഞാൻ ഒന്നും പറയുന്നില്ല. കാരണം നല്ലത് ചെയ്യുന്ന ഒരുപാട് പോലീസുകാരെ എനിക്കറിയാം, എനിക്ക് അനുഭവമുണ്ട്. അല്ലാതെ ഇങ്ങനത്തെ കൊള്ളരുതായ്മകൾ കാണിക്കുന്നവന്മാർക്കെതിരെയാണ് ഞാൻ സംസാരിക്കുന്നത്. കാക്കി ഇട്ടുകൊണ്ട് ക്രിമിനലായിട്ട് വർക്ക് ചെയ്യുന്നവന്മാർക്കെതിരെയാണ് ഞാൻ സംസാരിക്കുന്നത്. ഏതവനാണ് അവിടെ ഒരു കാക്കി അല്ലെങ്കിൽ ഒരു യൂണിഫോം ഇല്ലാതെ വന്ന് ഇവനെ അടിക്കുന്ന ഒരാൾ? ഇവനൊക്കെ എന്ത് അധികാരമാണുള്ളത്? ഈ മുഖ്യമന്ത്രിയായിട്ട് പിണറായി വിജയൻ സർക്കാർ ഇരിക്കുന്ന സമയം വരെയും ഉള്ളു ഈ പരിപാടി എന്ന കാര്യം പറയുന്നതിൽ കാര്യമൊന്നുമില്ല. പിണറായി വിജയൻ സർക്കാർ ഇരിക്കുമ്പോൾ തന്നെയും ഇതിന് മറുപടി കൊടുത്തേ ആവണം. അവർക്ക് നല്ല ഇരുട്ടടി തന്നെ കൊടുക്കണം. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിൽ എല്ലാവരും കൂടി ഏറിലാക്കി രാഹുൽ മാങ്കൂട്ടത്തിൽ വലിയൊരു കുറ്റവാളിയാണെന്ന് പറഞ്ഞുകൊണ്ട് ചിത്രീകരിച്ച് വെച്ചിരിക്കുന്ന സമയത്ത് രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു പോസ്റ്റ് പങ്കിടുകയുണ്ടായി. പ്രസ്ഥാനത്തിനും ഈ നാടിനും വേണ്ടി നിരവധി യൂത്ത് കോൺഗ്രസ്സുകാരാണ് ഇക്കാലയളവിൽ പോലീസിന്റെ ക്രൂരമർദ്ദനങ്ങൾക്ക് ഇരയായത്. അതിലെ ഏറ്റവും ക്രൂരമായ അനുഭവമാണ് ചൊവ്വന്നൂർ മണ്ഡലം പ്രസിഡന്റ് സുജിത്ത് നേരിടേണ്ടി വന്നത്. സുജിത്തിനെ മർദ്ദിച്ച് അവശനാക്കിയ ശേഷം കള്ളക്കേസിൽ കൊടുക്കാനും ശ്രമിച്ചു. നീണ്ട 2 വർഷത്തെ പോരാട്ടത്തിന്റെ ഭാഗമായാണ് ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നത്. സുജിത്തിന്റെ പോരാട്ടത്തിന് ഈ നാട് പിന്തുണ കൊടുക്കും. എനിക്ക് തോന്നുന്നു ഈ സംഭവം ഉണ്ടായിരിക്കുന്നത് 2023-ലാണെന്ന് തോന്നുന്നു. അതിന്റെ ആ ഒരു ദൃശ്യങ്ങൾ നീണ്ട 2 വർഷത്തെ
വർഷത്തെ പോരാട്ടത്തിൻ്റെ ഭാഗമായാണ് ഈ ദൃശ്യങ്ങൾ പുറത്തു വന്നത്. അതായത് ഈ സുജിത്തിനെ പോലീസ് സ്റ്റേഷനിലിട്ട് മർദ്ദിക്കുകയും കള്ളക്കേസിൽ കൊടുക്കാൻ ശ്രമിക്കുകയും ചെയ്തതിൻ്റെ ഒരു ദൃശ്യങ്ങൾ പുറത്തു വന്നത് ഇപ്പോഴാണ്. ഈ 2023 ഈ സംഭവം നടക്കുന്നതെങ്കിൽ പിന്നീട് അതിനുശേഷം എത്രയെത്ര പോരാട്ടങ്ങൾ നടത്തിയിട്ടായിരിക്കും ഈ ഒരു ദൃശ്യം പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ തന്നെ നമുക്ക് ചിന്തിക്കാം എത്രയെത്ര സ്റ്റേഷനുകളിൽ ഈ ഒരു കാലയളവിൽ അല്ലെങ്കിൽ ഈ ഒരു സമീപ ദിവസങ്ങളിൽ തന്നെയും ഇങ്ങനെയുള്ള എത്രയെത്ര തന്തയ്ക്ക് കഴിയും കൊള്ളരുതായ്മകൾ നടന്നിട്ടുണ്ടാവും. യുവമാരെല്ലാം കണ്ടുപിടിച്ച് യുവമാരെ നിയമത്തിന് മുൻപിൽ എത്തിക്കാൻ സാധിക്കുന്നില്ലെങ്കിലേ ആഭ്യന്തരത്തിലിരിക്കുന്ന ആളുകൾ വെറും വാഴകളാണെന്ന് ഞങ്ങൾ പറയുള്ളൂ. കേരളത്തിലെ ജനങ്ങളെല്ലാം അത് തന്നെയാണ് പറയുക. കാരണം ജയിപ്പിച്ച് വിട്ട സമയത്ത് LDF വരും, എല്ലാം ശരിയാവും, വെറുതെ വാഗ്ദാനങ്ങൾ പറഞ്ഞ് നടന്നാൽ പോരാ. ഇപ്പോൾ പറഞ്ഞതുപോലൊക്കെ തന്നെ വന്നല്ലേ, LDF വരും, എല്ലാം ശരിയായി. എന്താണ് ശരിയായത്? അവിടെ ഇരിക്കുന്ന പാർട്ടിയിലുള്ള ആളുകളുടെ കുടുംബവും അല്ലെങ്കിൽ അവരൊക്കെ ശരിയായി. അതേസമയം ജനങ്ങളുടെ വായിലേക്ക് മണ്ണും വാരി എറിഞ്ഞുകൊണ്ട് ഊമാര് കാണിക്കുന്നു. എന്നിട്ട് ഈ ഓണമൊക്കെ ആകുമ്പോൾ ഒരു ഓണക്കിറ്റൂടെ അങ്ങോട്ട് തള്ളിക്കൊടുക്കും. അപ്പോൾ എന്താ, ഈ ജനങ്ങൾ ഫ്ലാറ്റായി. പിന്നെ എന്തെങ്കിലും ഒരു പരിപാടി വരുമ്പോൾ ഒരു കെട്ടിട സമുച്ചയം പണിയുന്നു, സ്കൂൾ പണിയുന്നു, അതേപോലെ തന്നെ ഹോസ്പിറ്റൽസ് പണിയുന്നു. ഇതൊക്കെ പണിയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇലക്ഷൻ വരുന്ന സമയത്ത് അങ്ങോട്ട് പൊക്കിക്കൊണ്ട് വരും. ഇലക്ഷൻ കഴിയുന്നതോറും ഈ പറയുന്ന പായലും കാടും കയറി അത് അവിടെ നശിച്ചു പോകും. എന്നിട്ട് ഈ ഓണക്കിറ്റിൽ പിടിച്ചുകൊണ്ട് ഇവർ വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഞങ്ങൾ ഇങ്ങനെ ചെയ്യുന്നു അങ്ങനെ ചെയ്യുന്നു എന്ന്. നാഴികയ്ക്ക് 40 വട്ടം ഇൻസ്റ്റഗ്രാമിൽ റീൽ ഇട്ടുകൊണ്ടിരിക്കുന്ന കേരള പോലീസ് എന്തുകൊണ്ട് നിങ്ങൾ ഈ പറയുന്ന നരാധകന്മാർക്കെതിരെ റീൽ ചെയ്തില്ല? അവന്മാരെ ജോലിയിൽ നിന്ന് ഡിസ്മിസ് ചെയ്തതിന് ശേഷം നിങ്ങൾ റീൽ ചെയ്യും, അതിനെന്തെങ്കിലും ഇത്തിരി വാല്യൂ ഉണ്ടാവും. ഇങ്ങനത്തെ കൊള്ളരുതായ്മകൾ ചെയ്യുന്നവരുണ്ടല്ലോ, അത് പോലീസിനുള്ളിലാണെങ്കിലും ഇനി പോലീസിന് പുറത്താണെങ്കിലും എവിടെയാണെങ്കിലും അതിന് ഒരു സാധാരണക്കാരനാണെങ്കിൽ പോലും അതിന് തക്കതായ ശിക്ഷ കൊടുക്കാൻ സാധിക്കുന്നില്ലെങ്കിൽ വൻ പരാജയമാണ് നമ്മുടെ ആഭ്യന്തരമെന്നും അതിലിരിക്കുന്ന ആളുകൾ വെറും വാഴകളാണെന്നും അതേപോലെ തന്നെ നമ്മുടെ കാക്കിയിട്ടിരിക്കുന്നവന്മാർ വെറും ക്രിമിനൽസ് ആണെന്നും ഞങ്ങൾ കേരളത്തിലെ ഓരോ ജനങ്ങളും പറയും. ഈ കൊള്ളരുതായ്മകൾ പൊളിച്ചെഴുതണം. അല്ലെങ്കിൽ ഈ പറയുന്ന തന്തയില്ലായ്മ ഇനിയും ഈ സമൂഹത്തിൽ ആവർത്തിക്കാൻ പാടില്ല. പോലീസുകാരെ നിലനിർത്താൻ സാധിക്കുന്ന ഒരു നേതാവ് തന്നെയാണ് മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. എന്തായാലും അദ്ദേഹം ഇതിനു വേണ്ടിയിട്ട് എന്തെങ്കിലും ഇനിഷ്യേറ്റീവ് എടുക്കുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ കൊള്ളരുതായ്മകൾ ഇനി നമ്മുടെ കേരളത്തിൽ ഉണ്ടാവാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ട് ജനമൈത്രി പോലീസ് സ്റ്റേഷൻ എന്നുള്ള പേരിൽ നിന്ന് ജനമൈത്രി എന്നുള്ള എടുത്ത് കളഞ്ഞിട്ട് പോലീസ് സ്റ്റേഷൻ എന്ന് മാത്രമാണ് ഇവരിപ്പോൾ ചിന്തിക്കുന്നത്. എനിക്കൊന്ന് കൽക്കി സിനിമയിലെ ടൊവിനോ ചെയ്തതുപോലെയും അതേപോലെ തന്നെ തുടരും സിനിമയിലെ ജോർജ് സാറിനെ പോലെയൊക്കെ ആവാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നതായിരിക്കും. എന്ത് തന്നെയാണെങ്കിൽ ഈ കൊള്ളരുതായ്മകൾ നിങ്ങൾ ഈ കാണിക്കുന്ന നിങ്ങളുടെ ഈ ആർജവും ആണത്തവും ധൈര്യവും ഒക്കെ വലിയ മുന്തിയ പ്രതികളൊക്കെ ഉണ്ടല്ലോ, കൊടി കെട്ടിയവന്മാർ, യുവന്മാർക്കെതിരെ കാണിക്കണം. അല്ലാതെ കേരളത്തിലെ സാധാരണ ജനങ്ങൾക്കെതിരെ അല്ല കാണിക്കേണ്ടത്. ഒരു ഒരു ബലഹീനനായിട്ടുള്ള അല്ലെങ്കിൽ ബലമില്ലാത്ത അതിനോടൊപ്പം പിടിച്ചു നിൽക്കാൻ സാധിക്കില്ല എന്ന് മനസ്സിലായ ഒരു വ്യക്തിക്കെതിരെ അക്രമം അഴിച്ചുവിടുന്നതിലല്ല ധൈര്യം അല്ലെങ്കിൽ ആണത്തം എന്ന് പറയുന്നത്. ഇത് ഈ പറയുന്ന സമൂഹത്തിൽ കൊള്ളരുതായ്മ ചെയ്യുന്നവർക്കെതിരെ ആയിരിക്കണം, അവർക്കെതിരെ വേണം സംസാരിക്കാൻ, അവരെ പിടിച്ചകത്തിടാൻ സാധിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നിങ്ങളെ ഒരു നല്ലൊരു പോലീസുകാരായിട്ടോ അല്ലെങ്കിൽ നല്ലൊരു നേതാവായിട്ടോ കേരളത്തിൽ ജനങ്ങൾ കാണുകയുള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്.